എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് എല്ലാത്തരം ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന യാതൊരു ചെലവുമില്ലാത്ത കിടിലൻ ഓർഗാനിക് NPK ഫെർട്ടിലൈസറാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ വെറുതെ വലിച്ചെറിഞ്ഞു കളയുന്ന സാധനങ്ങൾ വെച്ച് ഈസിയായി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. NPK ഫെർട്ടിലൈസർ 2 തരത്തിലുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന രാസവളം എന്ന പേരിൽ NPK ഫെർട്ടിലൈസർ ഉണ്ട്. അതിൽ കെമിക്കൽസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കുന്നത് ഓർഗാനിക് ആയിട്ട് നമ്മുടെ വീട്ടിലെ കിച്ചൺ വേസ്റ്റിൽ നിന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഓർഗാനിക് NPK ഫെർട്ടിലൈസർ ആണ്. രാസവളത്തെ അപേക്ഷിച്ച് ജൈവവളമാണ് ചെടികൾക്കും മണ്ണിനും നല്ലത്. വളത്തിലെ 3 പ്രധാന പ്രാഥമിക ഘടകങ്ങളാണ് NPK, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. നൈട്രജൻ ചെടികൾ തഴച്ചു വളരാനും ഇലകളുടെ ആരോഗ്യത്തിനും ഇലകൾക്ക് നല്ല ഗ്രീൻ കളർ കിട്ടാനും നൈട്രജൻ ആവശ്യമാണ്. സസ്യങ്ങൾ കൂടുതൽ ആഗിരണം ചെയ്യുന്നതും നൈട്രജനാണ്. ഫോസ്ഫറസ് വേരുകളുടെ ആരോഗ്യത്തിനും നിറയെ പൂവും കായും പിടിക്കാനും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകാനുമൊക്കെ ഫോസ്ഫറസ് ആവശ്യമാണ്. പൊട്ടാസ്യം ചെടികൾ നന്നായിട്ട് വളരാനും ചെടിയിലുണ്ടാകുന്ന പൂമൊട്ടുകളും പൂക്കളും ഒക്കെ ആരോഗ്യത്തോടെ ഇരിക്കാനും ചെടികളുടെ പ്രതിരോധശേഷിക്കും പൊട്ടാസ്യം ആവശ്യമാണ്. ഈ 3 ന്യൂട്രിയൻസുമാണ് ഓർഗാനിക് NPK ഫെർട്ടിലൈസർ. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഓർഗാനിക് NPK ഫെർട്ടിലൈസർ ആണ്. ഇത് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് അടച്ച് സൂക്ഷിച്ചാൽ വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 4 സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് സബോളത്തോല്. ഇത് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിരിക്കുന്നതാണ്. ഇതിൽ ധാരാളം കാൽസ്യം, അയൺ, കോപ്പർ, മഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണിത്. അതുപോലെ ചെടികളിൽ വരുന്ന കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തിയും ഈ സബോളത്തൊണ്ടിനുണ്ട്. രണ്ടാമത്തത് മുട്ടത്തോടാണ് എടുത്തിരിക്കുന്നത്. ഓംലേറ്റിനൊക്കെ എടുക്കുന്ന മുട്ടത്തോടാണ് ഏറ്റവും ഗുണപ്രദം. ഈ മുട്ടത്തോട് നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കണം. പുഴുങ്ങിയ മുട്ടയുടെ തോടിൻ്റെ ഗുണം ആ വെള്ളത്തിൽ പോയിട്ടുണ്ടാവും. മുട്ടയുടെ തോടിൽ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ മണ്ണിൻ്റെ അമ്ലത നിയന്ത്രിക്കാനുള്ള കഴിവുമുണ്ട്. മൂന്നാമത്തത് തേയിലച്ചണ്ടിയാണ്. നമ്മൾ ചായ ഉണ്ടാക്കിയതിന് ശേഷം വരുന്ന ഈ തേയിലച്ചണ്ടി എടുത്താൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാരയും പാലും ഒക്കെ ചേർന്നിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ചായ അരിച്ചെടുത്തതിന് ശേഷം ടാപ്പിൻ്റെ കീഴിൽ കാണിച്ച് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഉണക്കിയെടുക്കണം. ഇതിൽ മധുരത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ചെടികളിൽ ഇട്ട് കഴിയുമ്പോൾ ഉറുമ്പ് വരാൻ കാരണമാകും. അതുകൊണ്ടാണ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉണക്കിയെടുക്കണമെന്ന് പറയുന്നത്. അതുപോലെ ഗ്രീൻ ടീയുടെ ലീവ്സും എടുക്കാവുന്നതാണ്. തേയിലച്ചണ്ടിയിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിൽ ധാരാളം മൈക്രോ ന്യൂട്രിയൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. അടുത്തത് 4ാമത്തെ ഐറ്റം അഥവാ ലാസ്റ്റ് ഐറ്റം പഴത്തൊലിയാണ്. പഴത്തൊലിയിൽ ഏറ്റവും ഗുണമുള്ളത് നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയാണ്. എന്നിരുന്നാലും എല്ലാ പഴത്തിൻ്റെ തൊലിയും ഉപയോഗിക്കാം. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി വെയിലത്ത് വെച്ചാൽ 2-3 ദിവസം കൊണ്ട് ഉണങ്ങിക്കിട്ടും. പഴത്തൊലിയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം ചെല്ലുമ്പോൾ ചെടികൾ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കും. ഇനി ഈ 4 സാധനങ്ങളും കൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് പൊടിച്ചെടുത്തത്. നിങ്ങൾക്കിത് ഒന്നിച്ചിട്ടും അല്ലാതെയും ഒക്കെ പൊടിച്ചെടുക്കാം. എൻ്റെ കയ്യിലുള്ള മിക്സിയുടെ ജാറ് കുറച്ച് വലുതായതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ടാൽ മാത്രമേ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുകയുള്ളൂ. ഞാൻ ഇതെല്ലാം കൂടി ഒന്നും കൂടി പൊടിച്ചെടുക്കട്ടെ. നിങ്ങളുടെ കൈവശം ചെറിയ ജാറാണെങ്കിൽ ഓരോന്നും വെവ്വേറെ വേണമെങ്കിലും പൊടിച്ചു വെക്കാം. എങ്ങനെ പൊടിച്ചാലും പ്രശ്നമില്ല. കാരണം നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കണം. എങ്കിൽ മാത്രമേ ഓർഗാനിക് NPK ഫെർട്ടിലൈസർ റെഡിയാവുകയുള്ളൂ. ഇത് എല്ലാത്തരം പ്ലാന്റ്സിനും ഉപയോഗിക്കാം. പച്ചക്കറി ചെടികൾക്കും പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കും ഫലവൃക്ഷങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ചാൽ 100% റിസൾട്ട് കിട്ടുന്ന ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. ഇത് ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഇതുപോലെ ചെടിയുടെ ചുവട്ടിൽ നിന്ന് അല്പം മണ്ണ് മാറ്റിയിട്ട് 2-3 ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും മണ്ണിട്ട് മൂടുക. അതിനുശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ഓർഗാനിക് വളമായതുകൊണ്ട് അല്പം കൂടിയാലും കുറഞ്ഞാലും ചെടിക്ക് പ്രശ്നം വരില്ല. സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്ക് ഇതുപോലത്തെ മിനറൽ വാട്ടറൊക്കെ വാങ്ങുന്ന കുപ്പിയിൽ
പൂച്ചെടികളും അതുപോലെ മുളക്, തക്കാളി ഒക്കെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ഓർഗാനിക് ഫെർട്ടിലൈസറാണിത്. ഇതുപോലത്തെ കുപ്പിയിൽ നമുക്ക് ഒരുപാട് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ സ്പേസ് കാണില്ല. അപ്പോൾ ഇതുപോലത്തെ ഓർഗാനിക് വളങ്ങളാകുമ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് നിറയെ പൂക്കളും കായ്കളും ധാരാളം ഉണ്ടാകും. ഇത് ചെടികൾക്ക് മാസത്തിൽ 2 പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ ഈ ഒരു വളമാണ് എൻ്റെ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കുന്നത്. പുറത്തുനിന്ന് കാശ് കൊടുത്ത് ഒരു വളവും മേടിക്കാറില്ല. ഈ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറിൻ്റെ ഏറ്റവും ഗുണമെന്ന് വെച്ചാൽ ഇൻഡോർ ചെടികൾക്കും ഔട്ട്ഡോർ ചെടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാം. ഇതുപോലത്തെ ഓർഗാനിക് NPK വളങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതുവഴി മണ്ണ് വളക്കൂറുള്ളതാക്കി മാറ്റാനും പൂച്ചെടികളിലും മറ്റും ധാരാളം പൂക്കൾ വിരിയിക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് കറക്റ്റ് ടൈമിൽ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം.